43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നു. എന്തായാലും ആദ്യ ലീഡ് ആർക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് അങ്ങേറ്റം ആകാംക്ഷയോടുകൂടി കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. തപാൽ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ചായ്വ് എപ്പോഴും ഇടതുവശത്തേക്ക് തന്നെയായിരിക്കും. എങ്കിൽ കൂടിയും അതിൽ പോലും ഒരുപക്ഷെ ഒരു നേരിയ ഒരു ഇടിവ് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നമുക്ക് തോന്നിയിരിക്കും. ഈ എക്സിറ്റ് പോളുകളടക്കം പ്രവചിച്ച ആ ഫലങ്ങൾ ഒരുപക്ഷെ തപാൽ വോട്ടുകളടക്കം പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഈ പറഞ്ഞതുപോലെ രണ്ടിടത്ത് UDF മുന്നിലെന്ന സൂചനകൾ, പാറശാല CK ഹരീന്ദ്രൻ മുന്നിലെന്ന സൂചനകൾ വരുന്നുണ്ട്. തിരുവനന്തപുരം പാറശാല മണ്ഡലത്തിൽ LDFന്റെ മണ്ഡലമാണ്. ഇതാ ഏറ്റവും UDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ T സിദ്ദീഖ് മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എച്ച് സലാമിന് 3 വോട്ടിന്റെ ലീഡാണ്. മാനന്തവാടിയിൽ മന്ത്രി OR കേളു 5 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. പാറശാലയിൽ 5 വോട്ടുകൾക്ക് ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. സലാം മുന്നിലെന്ന്, അമ്പലപ്പുഴയിൽ സലാം മുന്നിലെന്ന് പറയുമ്പോൾ കെ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്കാണ് ഞാൻ ഒന്നുകൂടി പോകുന്നത്. ചേർത്തലയിൽ P പ്രസാദ് 7 വോട്ടിന് മുന്നിൽ. ഒരുപക്ഷെ ഈ ഒരു ഭരണത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ മന്ത്രിമാർ എത്രത്തോളം പ്രതിരോധം നേരിടുന്നു എന്നത് നമ്മൾ അറിയേണ്ടതാണ്. കേളു മുന്നിലാണ് ഈ പറഞ്ഞതുപോലെ മാനന്തവാടി മണ്ഡലത്തിൽ. ഒപ്പം ചേർത്തലയിൽ P പ്രസാദ് മുന്നിൽ, പറവൂരിൽ VD സതീശൻ. ഇതൊക്കെ ആദ്യ സൂചനകളാണ്. തപാൽ വോട്ടുകൾ എണ്ണുമ്പോഴുള്ള ചിത്തരഞ്ജൻ 6 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാഥമികമായ ഘട്ടമാണ്. ആദ്യ ഫല സൂചനകൾ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ഘട്ടമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 11 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. നേമത്ത് മന്ത്രി V ശിവൻകുട്ടിക്ക് തപാൽ വോട്ടിന്റെ ആദ്യഘട്ടത്തിൽ ലീഡുണ്ട് എന്നുള്ളതാണ് നേമത്ത് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. നേമത്ത് ശിവൻകുട്ടി തപാൽ വോട്ടിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ LDF 5ഇടത്തും UDF 4ഇടത്തും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഈ ഘട്ടത്തിൽ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് LDF 5, UDF 4. ആദ്യ സൂചനകൾ പുറത്തു വരുമ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 14 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മഞ്ചേശ്വരത്ത് നിന്നുള്ള പ്രധാന വാർത്ത. അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തപാൽ വോട്ടിൽ K സുരേന്ദ്രൻ BJP നേതാവിന് 14 വോട്ടിന്റെ ലീഡ്. ആറ്റിങ്ങൽ OS അംബിക, ഒരുപക്ഷെ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതാണ് OS അംബിക. ആറ്റിങ്ങലിൽ OS അംബിക മുന്നിട്ട് നിൽക്കുന്നു. ഇതെല്ലാം ആദ്യ സൂചനകളാണ്. തപാൽ വോട്ടുകൾ 7 എന്ന ഒരു ഫിഗർ ഞാൻ കാണുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് ഈ എക്സിറ്റ് CR മഹേഷ് 65 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 16ഇടത്തെ ഫലം വരുമ്പോൾ LDF 7ഇടത്തും UDF 7ഇടത്തും NDA 1ഇടത്തും മുന്നിട്ട് നിൽക്കുന്നു. NDA മുന്നിട്ട് നിൽക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. പത്തനംതിട്ടയിൽ ആദ്യ സൂചനകൾ LDFന് അനുകൂലം. അടൂരിൽ പ്രജി കണ്ണനും, കോന്നിയിൽ ഈ പറഞ്ഞതുപോലെ അടൂരിൽ ശാന്തകുമാർ, ഇപ്പോൾ CV ശാന്തകുമാർ മുന്നിൽ നിൽക്കുന്ന സൂചനകൾ വരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ 49 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. അരുവിക്കരയിൽ G സ്റ്റീഫൻ 6 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇതാണിപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം. വളരെ ശക്തമായ മത്സരം. സുധാകരൻ ലീഡ് എടുത്തു എന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ G സുധാകരൻ 17 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പോസ്റ്റൽ ബാലറ്റുകളിലും സുധാകരൻ ലീഡ് ഉയർത്തിയിരിക്കുന്നു. നേമത്ത് ശിവൻകുട്ടി മുന്നിൽ. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന BJP രാജ്യമൊട്ടാകെ ഉറ്റുനോക്കുന്ന നേമത്ത് ശിവൻകുട്ടി മുന്നിൽ എന്ന ആദ്യ സൂചനകളാണ് പുറത്തു വരുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമാണ്. ഇഞ്ചോടിഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പോരാട്ടം. LDF UDF 1-2 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ തപാൽ വോട്ടുകൾ. ഏറ്റുമാനൂരിൽ വാസവൻ മുന്നിൽ എന്ന സൂചനകൾ. തൃത്താലയിൽ VT ബൽറാം മുന്നിൽ എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. പാറശാലയിൽ അതേസമയം LDFന് ലീഡാണ്. ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് 15 വോട്ടിന് മുന്നിൽ. ഇതൊക്കെ തുടക്കത്തിലുള്ള സൂചനകൾ തന്നെയാണ്, എങ്കിലും ഇവരൊക്കെ മുന്നിൽ നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ G സുധാകരൻ 17 വോട്ടിന്. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പറഞ്ഞതുപോലെ മുന്നിൽ നിൽക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നു. പാറശാലയിൽ ഹരീന്ദ്രന് ലീഡ് തുടരുകയാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നേമത്ത് ശിവൻകുട്ടിയാണ് ഈ സൂചിപ്പിച്ചതുപോലെ